എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സിനിമകൾ ഇന്ന് OTT റിലീസ് ചെയ്യുന്നുണ്ട്. സുമതി വളവ്, ബസൂക്ക, സൂഫ്രംസോ തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് രവീന്ദ്രൻ നീ എവിടെ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അനൂപ് മേനോൻ, ധ്യാൻ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. ഈ സിനിമയുടെ OTT സൈനാപ്ലയും ആമസോൺ പ്രൈമുമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്കാണ് രവീന്ദ്രൻ നീ എവിടെ എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കൂലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. രജനികാന്തിന്റെ സൂപ്പർ മൂവിയായിരുന്നു കൂലി. പക്ഷേ സിനിമ പരാജയപ്പെട്ടു. 350 കോടി ക്ലബിൽ വന്ന സിനിമ ആകെ കൂടി 400 കോടി മാത്രമാണ് കളക്ഷൻ നേടിയത്. ഇപ്പോൾ ഇതാ കൂലി സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 11-നായിരിക്കും കൂലി സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കണ്ണപ്പ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ നേരത്തെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലുള്ള ഒരുവിധം എല്ലാ സീനിയർ താരങ്ങളും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ടും കണ്ണപ്പ സിനിമ പരാജയപ്പെട്ടു. പ്രഭാസ്, മോഹൻലാല്, അക്ഷയ് കുമാറാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്കാണ് കണ്ണപ്പ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തമന്ന മലയാളത്തിൽ അഭിനയിച്ച സിനിമയായിരുന്നു ബാന്ദ്ര. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം ബാന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ സെപ്റ്റംബർ മാസത്തിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പോലീസ് ഡേ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് പോലീസ് ഡേ നേടിയെടുത്തത്. മനോരമ മാക്സ് ആണ് പോലീസ് ഡേയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. അൻസിബ, ടിനി ടോമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്കാണ് പോലീസ് ഡേയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹൃദയപൂർവ്വം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ഹൃദയപൂർവ്വം. പ്രേക്ഷകർ 2 കൈ നീട്ടി സിനിമയെ സ്വീകരിച്ചു. ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഹൃദയപൂർവ്വം. ഈ സിനിമ ഇപ്പോൾ 50 കോടി ക്ലബിൽ ഇടം പിടിക്കാൻ പോവുകയാണ്. ഹൃദയപൂർവ്വത്തിന്റെ OTT അവകാശം ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് ഹൃദയപൂർവ്വത്തിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കാതികൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കാതികൻ. ഉണ്ണിമുകുന്ദനാണ് സിനിമയിലെ നായകൻ. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണിക്കാണ് കാതികന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഓണത്തിന് ഫഹദ് ഫാസിലിന്റെ സിനിമയായിരുന്നു ഓടും കുതിര ചാടും കുതിര. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. സിനിമയ്ക്ക് കളക്ഷൻ കിട്ടുന്നില്ല. ഇപ്പോൾ ഇതാ ഫഹദിന്റെ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഓടുകുതിരയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ റിലീസായിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് നെറ്റ്ഫ്ലിക്സിൽ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫ്ലാസ്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. സാജി കുറുപ്പാണ് സിനിമയിലെ നായകൻ. എവറേജ് അഭിപ്രായമാണ് ഫ്ലാസ്ക് സിനിമ നേടിയെടുത്തത്. ഇപ്പോൾ ഇതാ ഇന്ന് രാത്രി 12 മണിക്ക് മനോരമ മാക്സിലാണ് ഫ്ലാസ്ക് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ലോക സിനിമ 7 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലേക്ക് ഇടം പിടിക്കാൻ പോവുകയാണ്. അത്രയും മികച്ച അഭിപ്രായമാണ് ലോക സിനിമ നേടിയെടുത്തത്. തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും ലോക സിനിമ ഹിറ്റായിരിക്കുകയാണ്. ദുൽഖർ സൽമാനാണ് സിനിമയുടെ പ്രൊഡ്യൂസർ. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. റെക്കോർഡ് തുകയ്ക്കാണ് ലോക സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബസൂക്ക സിനിമ OTT കാണാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. C5 2 മാസം മുന്നേ തന്നെ ബസൂക്കയുടെ OTT വാങ്ങിച്ചതാണ്. പക്ഷേ റിലീസാക്കുന്നില്ല. മമ്മൂട്ടിയുടെ പ്രൊമോ വീഡിയോയ്ക്ക് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ മമ്മൂട്ടി തിരിച്ചെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഓണം സ്പെഷ്യലായിട്ട് ബസൂക്ക സിനിമ OTT വരും. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ സെപ്റ്റംബർ മാസം 5 അല്ലെങ്കിൽ 6 ബസൂക്ക സിനിമ OTT വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സൂഫ്രംസോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ഇതൊരു കന്നഡ സിനിമയാണെങ്കിലും മലയാളി പ്രേക്ഷകർ സിനിമ ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ മലയാളം ഡബിൾ വെർഷൻ തിയേറ്ററുകളിൽ ഓടിയിരിക്കുകയാണ്. നല്ല അഭിപ്രായമാണ് സൂഫ്രംസോ നേടിയെടുത്തത്. ഇപ്പോൾ ഇതാ ഈ സിനിമ OTTയിൽ വരാൻ പോവുകയാണ്. സിനിമയുടെ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസം 5-നാണ് സൂഫ്രംസോയുടെ OTT റിലീസ്. അതായത് നാളെ രാത്രി 12 മണിക്ക് സിനിമ റിലീസാകും. അവസാനത്തെ അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് സുമതി വളവ്. നല്ല അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. നല്ല കളക്ഷൻ സിനിമ നേടിയിട്ടുണ്ടായിരുന്നു. അർജുൻ അശോകനാണ് സുമതി വളവിലെ നായകൻ. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. ഒരുപാട് കോമഡിയും ഹൊററും സിനിമയിലുണ്ട്. കേരളത്തിലെ സുമതി വളവിനെ പറ്റിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഇതാ ഓണത്തിന് സുമതി വളവ് OTTയിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ
പക്ഷേ സെപ്റ്റംബർ മാസം 5-ന് സർപ്രൈസ് ആയിട്ടായിരിക്കും സുമതി വളവ് OTT വരുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.